വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. ഇന്ന് ഞാനും നീതുമോളും കൂടിയിട്ട് ഒന്ന് തൃശ്ശൂർ വരെ പോവാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് പോയിട്ട് ഏകദേശം ഒരു 1 മന്തായി. കല്യാണത്തിൻ്റെയും എൻഗേജ്മെൻ്റ് ഒക്കെ തിരക്കായ കാരണം നമ്മൾ അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പുറത്ത് പോയിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെപ്പോഴും തൃശ്ശൂർക്കാണ് പോകാറുള്ളത്. അപ്പോൾ ഇന്നും തൃശ്ശൂർക്കാണ് പോകുന്നത്. ഞാൻ എൻ്റെ പുതിയ ഷർട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. റെഡ് ആൻഡ് വൈറ്റ് കളറിൽ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല അടിപൊളി ഷർട്ട് ഇട്ടു. നല്ല കംഫർട്ടാണ് ഇടാനായിട്ട്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഓഫ് വൈറ്റ് ജീൻസ് ആണ് പെയർ ചെയ്തേക്കുന്നത് കേട്ടോ. മേക്കപ്പ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബ്ലഷ്, ഹൈലൈറ്റർ, ലിപ്സ്റ്റിക്, ഐലൈനർ, അതുപോലെ തന്നെ മസ്കാര, സെറ്റിംഗ് സ്പ്രേ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മുടി ഞാൻ കെട്ടിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്, ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഹെൽമെറ്റ് ഇടുമ്പോൾ ഒക്കെ പോവും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ചെയ്യണ്ട, അവിടെ എത്തിയിട്ട് മുടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പം നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ പോണത് ശോഭയിലേക്കാണ്. കാരണം കുറേ ആയി ശോഭയിൽ പോയിട്ട് നീതുമോളുടെ കൂടെ കേട്ടോ. ലാസ്റ്റ് ടൈം വിച്ചുൻ്റെ കൂടെ പോയത് ഒരു 2 വീക്സ് മുൻപ്. അപ്പോൾ ശോഭയിൽ പോകാമെന്ന് വിചാരിച്ചു. യെസ്, എൻ്റെ മുഖത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? കണ്ടോ ഒരു കുരു വന്നിരിക്കുന്നത്? നിങ്ങളല്ലേ പറയാറുള്ളത് എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആണെന്ന്. കണ്ടോ, ഇതുപോലെ കുരുക്കൾ വരാറുണ്ട് എനിക്ക്. ഇപ്പോൾ ഇത് 1, 2, ഇവിടെ ഒരു വലിയ കുരുണ്ട് കണ്ടോ. യെസ്, അത് എനിക്ക് തോന്നുന്നു എന്തിൻ്റെ സൈഡ് എഫക്ട്സ് ആയിരിക്കും. ഞാനൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആയിരിക്കാം, അറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് പോവാം. അപ്പം ഞാൻ അത് റെഡി ആയിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ പോണത് തൃശ്ശൂർക്ക്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്കൂട്ടിയിലൊക്കെ തൃശ്ശൂർക്ക് പോകാറുണ്ട് കേട്ടോ. കുറച്ച് ലോങ് ആണ്. നമ്മുടെ അവിടെ നിന്ന് ഒരു 1 അവർ ഉണ്ട്. ഇപ്പോൾ ബ്ലോക്കൊക്കെ ആയിട്ട് ഒരു 1.5 അവർ എടുക്കാറുണ്ട് കേട്ടോ തൃശ്ശൂർക്ക്. അങ്ങനെ നമ്മളിത് ആ പാവർട്ടിയിലെത്തി ഞാൻ. അപ്പം നീതു ചേച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീതു ചേച്ചി പാവർട്ടി ബസ് സ്റ്റാൻഡിൽ നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അധികം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് നീതു ചേച്ചി വന്നത്. ഫൈനലി നീതു ചേച്ചി വന്നു. പിന്നെ ഞാൻ ഹെൽമെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഹെൽമെറ്റ് ഇടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 രൂപ വരെ ഫൈൻ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഹെൽമെറ്റൊക്കെ ഓൾറെഡി എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ചു. പിന്നെ നീതു ചേച്ചി എൻ്റെ ഹെൽമെറ്റ് നോക്കുകയായിരുന്നു കേട്ടോ. യെല്ലോ പുതിയ ഹെൽമെറ്റ് ആയിരുന്നു എൻ്റെ. നീതു ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ റിങ് നോക്കുകയായിരുന്നു. റിങ് ഇട്ടിട്ട് എന്നെ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. എൻഗേജ്മെൻറ്റ് കണ്ടു കഴിഞ്ഞു, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി ഓൺ ദ വേ നമ്മൾ പറപ്പൂരുള്ള പള്ളിയിൽ കയറി കേട്ടോ. ഞാൻ എപ്പോഴും ഈ പള്ളി ക്രോസ് ചെയ്യുമ്പോൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു പള്ളിയാണ്. പുറം ഭാഗം കണ്ടിട്ടാണ് കേട്ടോ എനിക്ക് അത്രയും ഇഷ്ടമായത്. അപ്പം ഞാനാണെങ്കിൽ ഇതുവരെ ഉള്ളിൽ കയറിയിട്ടില്ല. ഞാൻ പഠിച്ചതൊരു കോൺവെൻറ്റ് സ്കൂളിലാണ്, KG തൊട്ടിട്ട് 10 വരെ. അത് കാരണം തന്നെ എനിക്കിങ്ങനെ പള്ളിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കയറാനൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് എനിക്ക് അറിയണ പള്ളിയിലൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോയി കയറി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പള്ളിയിലാണെങ്കിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നീതു ചേച്ചിനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോവാന്ന്. അപ്പോൾ നീതു ചേച്ചിനോട് പറഞ്ഞു ആദ്യമായിട്ട് നമ്മളൊരു പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്, പിന്നെ കുറച്ചധികം കാര്യങ്ങൾ വേറെയും പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ പറയുക, ഞാൻ ഇതുവരെ കണ്ട പള്ളികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പള്ളി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ആ ഒരു ഗ്ലാസ്സുമ്മ പെയിൻറ്റ് ചെയ്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പള്ളി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് റൂഫ് തന്നെയാണ് കുറച്ചും കൂടി ഈ ഒരു പള്ളി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ആ ഒരു പള്ളിയുടെ ആ ഒരു ഭാഗത്തുള്ള കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ബ്ലൂവിഷ് ഷെയ്ഡായിരുന്നു കേട്ടോ. കറക്റ്റ് അങ്ങോട്ട് ബ്ലൂ അല്ല, ഒരു മിക്സഡ് ബ്ലൂവിഷ് ഷെയ്ഡായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പള്ളിയിൽ. അങ്ങനെ 3 കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. പിന്നെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരെ ശോഭയിൽ പോകാനുള്ള പ്ലാനാണ്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു പറപ്പൂര് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ബ്ലോക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമല കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, അമല, മുതുവറ, പുഴയ്ക്കൽ, പൂങ്കുന്നം, തൃശ്ശൂർക്ക് പോണ റോഡ്, അതായത് ഗുരുവായൂരിനും കുന്നംകുളത്തും ചാവക്കാടുന്നൊക്കെ തൃശ്ശൂർക്ക് പോണ റോഡ് ഭയങ്കര മോശമാണ്. ഫുൾ ബ്ലോക്കാണ്. ഒരു 1.5 മണിക്കൂർ തന്നെ നമുക്ക് ബ്ലോക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. ഇന്ന് എന്തായാലും അത്രയ്ക്കൊന്നും കിട്ടില്ല. സ്കൂട്ടി ആയ കാരണം നമ്മൾ ഇടയിൽ കൂടെ ഒക്കെ കയറ്റി പോകുന്നു കേട്ടോ. ഫൈനലി നമ്മൾ ആ ശോഭയിൽ എത്തിയിട്ടുണ്ട്.
ശോഭയിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ പോകാൻ ഞാൻ എപ്പോഴും വാഷ്റൂമിലേക്കാണ് കേട്ടോ. കാരണം എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഫേസിൽ എന്തെങ്കിലും ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്യും എപ്പോഴും. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് റീടച്ച് ചെയ്യും. പിന്നെ അറിയാമല്ലോ, ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് സെറ്റ് ആവും. എന്നിട്ടാണ് പിന്നെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങാറുള്ളത് കേട്ടോ. നീ ചേച്ചി അവിടെ എന്തോ ഐലൈനർ എന്തോ തുടച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര തിന്നായിട്ടാണ് കേട്ടോ ഐലൈനർ എഴുതുന്നത്. ഇപ്പം ഞാൻ തിന്നായിട്ട് ഐലൈനർ എഴുതാൻ പഠിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇപ്പോഴാണ് ഐലൈനർ ഒക്കെ തിന്നായിട്ട് എഴുതാൻ അറിയാമെന്ന്. ശരിയാണ് കേട്ടോ, എനിക്ക് ഐലൈനർ അങ്ങനെ തിന്നായിട്ട് എഴുതാൻ ഒട്ടും അറിയില്ല. ഇപ്പോഴാണ് ഞാൻ ഐലൻഡൊക്കെ തിന്നായിട്ട് എഴുതി വിങ്സൊക്കെ ഇട്ട് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എനിക്കൊന്നും നേരെ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനാണ്, ഫോട്ടോ ബൂത്തിലേക്കാണ് പോണത്. ഞാനിവിടെ മുൻപ് വിച്ചുവിനായിട്ട് വന്നിട്ട് ഫോട്ടോ ബൂത്തിൽ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഫോട്ടോ എടുക്കാൻ പറ്റും, 2 പ്രിൻറ്റും കിട്ടും നമുക്ക്. അങ്ങനെ നേരെ നമ്മൾ 3rd ഫ്ലോറിലാണ് തോന്നുന്നു ഫോട്ടോ ബൂത്ത് ഉള്ളത്. 3rd ഓർ 2nd എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 2nd ഓർ 3rd തോന്നുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. കണ്ട് നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇതുമ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്നത്. അതിൻ്റെയാണ് ഇത്രയും എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് 2 പ്രിൻറ്റും കിട്ടി. എനിക്ക് എൻ്റെ ഫേസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നീതുമോൾക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നീതു ചേച്ചിനിടയ്ക്ക് നീതു ചേച്ചി നമുക്ക് മാറി മാറി വിളിക്കും. മൂപ്പരാൾ സത്യം പറഞ്ഞാൽ 3-4 വയസ്സ് മൂത്തതാണ് എന്നെക്കാളും. പക്ഷേ എനിക്കെന്തോ മോള് നീതു ചേച്ചി എന്നൊക്കെ വിളിക്കാനാണ് എനിക്ക് തോന്നാറുള്ളത്. കൂടുതലും ഞാൻ മോളെന്ന് തന്നെയായിട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ ബോബ ടീ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ടൈം ഇത് നീതു ചേച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂട്ടല്ല ബോബ ടീ. ആ ഒരു ടൈം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ബോബ ടീ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്രാവശ്യം ഞാനാണ് ബോബ ടീ മേടിച്ചത്. അത് ന്യൂട്ടല്ലയുടെ ഫ്ലേവർ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീതു ചേച്ചി എനിക്ക് തോന്നുന്നു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നീതു ചേച്ചിയുടെ പുതിയ ഫോൺ അടിപൊളി ഫോണാണ് കേട്ടോ. നത്തിങ് എന്ന് പറഞ്ഞ ഫോണാണ്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും നല്ല ക്യാമറ ഒക്കെ ഉള്ള ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഐഫോണൊക്കെ മേടിക്കാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ, ഐഫോൺ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ S24 ആ സീരീസ് ഒന്നും മേടിക്കാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നത്തിങ് എന്ന് പറഞ്ഞ ഫോൺ എടുക്കാം. നല്ല അടിപൊളി ക്യാമറ ക്വാളിറ്റിയാണ് കേട്ടോ. എന്താ പറയുക, എനിക്ക് ചില സമയത്ത് ഐഫോണിനെക്കാട്ടും ക്യാമറ ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് നത്തിങ്ങിൽ. അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ എടുത്ത് കാണിച്ചു കേട്ടോ നിങ്ങൾക്ക്. ഞാൻ ഇതുപോലെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ. കണ്ടോ, ഫോട്ടോ നല്ല ക്ലിയർ ആണ്, നല്ല ക്ലാരിറ്റിയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി തരും. അപ്പം ഞങ്ങൾ മാറി മാറി ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം നീതു ചേച്ചിയുടെ ഫോണിലാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഐഫോണിനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കണ്ടോ, ഫോട്ടോ ഒക്കെ നല്ല ക്ലിയർ ആണ്. ഒരു DSLR ക്യാമറയിൽ എടുക്കണ പോലെ എനിക്ക് തോന്നിയിട്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരിക്കും ബ്ലറാക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോസ് നീതു ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. അത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റാർട്ടർ ആയി പോലെ ഒരു ചെറിയൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോമോസാണ് കേട്ടോ ഓർഡർ ചെയ്തത്, പെരി മോമോസ്. അപ്പോൾ ഞാൻ പെരി മോമോസ് കഴിച്ചു. ഒരൊറ്റ പ്ലേറ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. കാരണം കാര്യമായിട്ടൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് നമുക്ക് നമ്മുടെ ലാവിഷ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ വിശന്നപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മോമോസ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. മോമോസ് കഴിച്ച് നമ്മൾ മൂമോസോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും രണ്ടും ഏകദേശം ഒരേപോലെ ഉണ്ട് കേൾക്കാനായിട്ട്. അവിടെ നമ്മൾ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ് നമ്മൾ എടുത്തില്ല കേട്ടോ. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അടുത്ത് അതിനും നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ് ഉള്ള കാരണം അത് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, 3 ഷീറ്റ് മാസ്ക് മേടിച്ചു. പിന്നെ ഈ ഒരു സ്ലൈഡ് മേടിച്ചു കേട്ടോ. ഇത് പപ്പായ കുക്കുംബർ അലോവേറയുടെ ഷീറ്റ് മാസ്ക് ആയിരുന്നു. 2 എടുത്ത് 1 ഫ്രീ, അങ്ങനെ മേടിച്ചതാണ് 2. പിന്നെ നമ്മൾ മാക്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ ഷോബയിൽ വന്നിട്ട് മാക്സിലേക്ക് അങ്ങനെ പോയിട്ടില്ല കേട്ടോ. എപ്പോഴും ഡ്രസ്സ് എടുക്കാൻ ട്രെൻഡ്സ് അല്ല, സ്റ്റുഡിയോയ്ക്കാണ് പോകാറുള്ളത് എപ്പോഴും കേട്ടോ. മാക്സ് എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ അങ്ങനെ ഷോപ്പിൽ വന്ന് പോയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഇന്നത്തെ ദിവസം. എൻ്റെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാക്സിൽ ഒടുക്കത്തെ റേറ്റ് ആണ്, സ്റ്റുഡിയോ ആണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോർ എന്നാണ്. പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ. സ്റ്റുഡിയോനും മാക്സിനും കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റുഡിയോനെക്കാട്ടും ഒരു
കുറച്ച് അല്ലെങ്കിൽ ഒരേപോലെ റേറ്റിലുള്ള ഡ്രസ്സും അവൈലബിൾ ആണ് മാക്സിൽ. കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് അവൈലബിൾ ആണ്. കുറച്ചധികം നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല മോഡൽസ് ഉണ്ട്. ഈ ഭയങ്കരമായിട്ട് മാക്സ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു 1-1.5 മണിക്കൂർ നമ്മൾ മാക്സിൽ തന്നെയായിരുന്നു. പിന്നെ ജ്വല്ലറി സെക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഇയറിങ്സ് ഉണ്ടായിരുന്നു, ഹൂപ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ലിപ്സ്, ബാഗ്സ്, ചപ്പൽസ്, ഷൂസ് എല്ലാം അടിപൊളിയാണ്. ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സ് ഉണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ അടുത്ത് ട്രെൻഡ്സിന്നും സ്റ്റുഡിയോന്നായിട്ട് കുറേ ഡ്രസ്സ് എടുത്തുകൊണ്ട് എനിക്ക് ഡ്രസ്സൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഞാൻ ഒറ്റ ടീഷർട്ട് മാത്രമാണ് മേടിച്ചത് ജിമ്മിന് ഇടാനുള്ളത് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ, അധികം റേറ്റ് ഒന്നുമില്ല. എൻ്റെ ഒരു ചിന്താഗതിയാണ് മാക്സിൽ ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു എന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴെല്ലാം മനസ്സിലായത് അധികം റേറ്റ് ഒന്നുമില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനുള്ള ഡ്രസ്സും അവൈലബിൾ ആണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള, അതായത് റേറ്റ് കൂടിയ ഡ്രസ്സും ഉണ്ട്. പക്ഷേ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. റേറ്റ് കുറവുള്ള ഡ്രസ്സിൽ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഒന്നും ഞാൻ എടുത്തില്ല. ഞാനിപ്പോൾ അടുത്ത് കുറേ ഡ്രസ്സ് മേടിച്ച കാരണം ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇയറിങ്ങിൻ്റെ സെക്ഷനിൽ നമ്മളൊരു സെറ്റ് ഇയറിങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ടീഷർട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ട്രൈ ചെയ്തില്ല കേട്ടോ. എനിക്ക് എന്തോ അത് എടുക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ പിന്നെ ട്രൈ ചെയ്തില്ല. ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് 2-3 വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നമ്മൾ മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ബില്ലടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്, അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് ഷെഫ് പിള്ളയുടെ എന്താ പറയുക റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെയും ഞാൻ എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് പോണത്. ശോഭയിൽ ഇത്രയും എന്താ പറയുക ഇയേഴ്സായി ഇവിടെ ഷെഫ് പിള്ള വന്നിട്ട്, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്. ഇവിടെ ഞാൻ വിചാരിച്ചത് ഒടുക്കത്തെ റേറ്റ് ആണ്. കാരണം എല്ലാവരും പറഞ്ഞ് കേട്ടത് ഭയങ്കര റേറ്റ് ആണ്, നല്ല എക്സ്പെൻസീവ് ആണ് ഫുഡിന്. റിവ്യൂസ് ആയാലും ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, ഗൂഗിൾ റിവ്യൂസ് നല്ല എക്സ്പെൻസീവ് ആണ്, അതിനുള്ള ക്വാണ്ടിറ്റി ഇല്ല എന്നൊക്കെ. ഇവിടെ നമുക്ക് മെനു കാർഡൊന്നും തരില്ല. നമ്മൾ ഇതുപോലെ ടാബിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കാർട്ടിലിടണം. അവരങ്ങനെ വന്ന് ഓർഡർ എടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഭയങ്കര പുതിയ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ടാബിൽ നമുക്ക് തന്നേക്കണത് മെനു കാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കാർട്ടിലിടണം, അങ്ങനൊരു സംഭവം. പിന്നെ ഷെഫ് പിള്ളയുടെ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഞണ്ട് റോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്ത് സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റോ, ഗുജറാത്തിയോ എന്തോ ആണ്, എവിടത്തെയോ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റ് ആയിരുന്നു. റേറ്റ് എനിക്ക് തോന്നുന്നു 540 അങ്ങോട്ടാണ് വന്നേക്കണത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഹൈദരാബാദി ചിക്കനാണ്, അത് 325 അങ്ങോട്ട് സംതിങ് ആണ് വന്നത് കേട്ടോ. പക്ഷേ രണ്ടും ആ ഒരു റേറ്റിനുള്ളതുണ്ട്. ക്വാണ്ടിറ്റി ആയാലും അതുപോലെ തന്നെ ടേസ്റ്റ് ആയാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിക്കാനായിട്ട് പൊറാട്ടയാണ്. ഞാൻ 2 പൊറാട്ടയും നീ ചേച്ചി അപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ശോഭയിലെ ഫുഡ് കോർട്ടിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം ഒരു 2 ബിരിയാണിയൊക്കെ കഴിക്കുകയാണെങ്കിൽ, എനിക്ക് അവിടുത്തെ ബിരിയാണി അത്രയ്ക്ക് ഇഷ്ടമല്ല ശോഭയിലെ ഫുഡ് കോർട്ടിലെ. വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും സെയിം ഇതേ റേറ്റിനാണ് ഞങ്ങൾക്ക് വരാറുള്ളത്. പക്ഷേ ഇത്രയും കാലം ഞങ്ങളുടെ 2 പേരും ശോഭയിൽ വന്ന് കഴിഞ്ഞാൽ ഷെഫ് പിള്ളയുടെ അവിടെ നിന്ന് ഫുഡ് മേടിക്കാറില്ല, കാരണം നല്ല റേറ്റാണെന്നാണ് ഞങ്ങളുടെ വിചാരം. ഫൈനലി നമ്മൾ ഇന്നൊന്ന് കയറി നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറി ആയാലും അതുപോലെ തന്നെ പൊറാട്ട ആയാലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഫ്രഷാണ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ഫുഡ് അവിടുത്തെ. ഇതിപ്പോൾ എനിക്ക് അവർ പേയ്മെൻറ്റ് തന്നാൽ ഞാൻ അവരുടെ റെസ്റ്റോറൻറ്റ് പ്രൊമോട്ട് ചെയ്യണതൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ അത് പറഞ്ഞു വരണ്ട. ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ്. അധികം റേറ്റ് ഒന്നുമില്ല, റേറ്റ് ഉള്ള ഫുഡൊക്കെ ഉണ്ട്, പക്ഷേ റേറ്റ് കുറഞ്ഞ ഫുഡും ഉണ്ട്. നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫുഡൊക്കെ ഷെഫ് പിള്ളയിലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടു. ക്രാബ് റോസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വാഷ്റൂമിൽ വന്നിട്ട് വീണ്ടും ചെറിയ രീതിക്ക് നമ്മളൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ബ്ലഷ് ഇട്ടു, അതുപോലെ തന്നെ ഹൈലൈറ്റ് ഒക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തു, ഒന്ന് റീടച്ച് ചെയ്തു. കാരണം നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പോകണം. ഇതിൽ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല. ഫോട്ടോ ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഫോട്ടോ ഇട്ടപ്പോൾ കുറേ പേര് എവിടുന്നാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവുകയാണ്. കാരണം അവിടെ പുറത്ത് റിവറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു ഹാഫ് ആൻ അവർ എടുത്ത് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ പോണേ മുന്നേ മുടിയൊക്കെ വീണ്ടും കെട്ടി വെച്ചു. കാരണം സ്കൂട്ടിയിലല്ലേ പോണത്, അപ്പോൾ നമുക്ക് മുടിയൊക്കെ നാശാവേണ്ട ചോദിച്ചിട്ടിട്ട് അപ്പോൾ വീണ്ടും കെട്ടി വെച്ച് നമ്മൾ ഇനി സ്കൂട്ടി എടുത്ത് തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. അതിന് മുന്നേട്ട് ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വയറ് നല്ല ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു കേട്ടോ. കാരണം നമ്മൾ കുറേ ആയല്ലോ കണ്ടിട്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും നമ്മളിതാ റിട്ടേൺ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഔട്ടിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.